അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരി സഹോദരങ്ങളെ, 2 വർഷമായി വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോഴും കട്ടയും കമ്പിയും മാത്രം. ബാങ്കിൽ നിന്നാണെങ്കിൽ ഫോൺ കോളിൻ്റെ വിളി, പണിക്കാരാണെങ്കിലോ മുങ്ങി നടക്കുന്നു, രാത്രിയാണെങ്കിലോ ഉറക്കവുമില്ല. വിഷമിക്കേണ്ട, ഒരു കുപ്പി വെള്ളത്തിൽ റുക്കിയ ചെയ്തിട്ട് അല്ലാഹു തആലയോട് ചോദിച്ചാൽ മതി. തടസ്സങ്ങളൊക്കെ മാറും. ഇൻഷാ അല്ലാഹ് വീട് പണി വേഗം തീരും. പിന്നെ ഈ വീഡിയോയിൽ ഞാനൊരു സീക്രട്ട് ദുആ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളിൽ എത്ര പേർക്കാണ് ഈ പ്രശ്നം? പൈസ ഇടക്ക് നിൽക്കുന്നു, പണിക്കാർ വിളിച്ച സമയത്ത് പറഞ്ഞ സമയത്ത് വരുന്നില്ല, എന്തൊക്കെയോ തടസ്സം, കണ്ണേറ്, അല്ലെങ്കിൽ ശൈത്താൻ്റെ കുസൃതി. അപ്പോൾ ഇത് നമ്മുടെ കൈകൊണ്ട് മാത്രം തീരുന്നതല്ല, അല്ലാഹു തആലയുടെ സഹായം കൂടി വേണം. അല്ലാഹു തആല ഖുർആനിൽ എന്താണ് പറയുന്നത് നോക്കി. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ. ഞങ്ങൾ ഖുർആനിൽ നിന്ന് രോഗശമനവും റഹ്മത്തും ഇറക്കുന്നു. സൂറത്ത് ഇസ്രാ 82. എൻ്റെ കോഴിക്കോട്ടുള്ളൊരു ഫ്രണ്ട്, അവളുടെ വീട് പണി വീട് പണി നടക്കുന്നിടത്ത് നിന്നിട്ട് 7 മാസത്തോളായിട്ടോ. ലക്ഷങ്ങളുടെ കടവും അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ റുക്കിയ ഒന്ന് ചെയ്തു നോക്കുന്നു. ആദ്യമൊന്നും അവൾ വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ അത് ചെയ്യാൻ തയ്യാറായി. ഒരു 7 ദിവസം അവൾ ചെയ്തിട്ടുള്ളൂ. 8ാമത്തെ ദിവസം സുബ്ഹാനല്ലാഹ്, അവളെ വീട് പണി തുടങ്ങി. വീണ്ടും പണിക്കാരൊക്കെ വരാൻ തുടങ്ങി. അവൾക്ക് പണം കിട്ടിത്തുടങ്ങി. പല ഭാഗത്തുനിന്നും അവൾക്ക് കിട്ടേണ്ട പണങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, അവളും അവളുടെ കുടുംബവും അവളെ വീട്ടിൽ താമസിക്കുന്നു. ഞാൻ കുടിയിരിക്കലിനൊക്കെ പോയതാ. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ ഈ റുക്കിയ ഞാൻ പറയുന്ന വിധം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ അമല്, ഈ പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് ഒരു കുപ്പി വെള്ളം മാത്രം മതി. വെള്ളം എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, നിയ്യത്ത് വെക്കുക മനസ്സിൽ. അല്ലാഹുവേ, ഈ വീട് പണി നീ എളുപ്പമാക്കി തരണമേ എന്നെന്താക്കുക, മനസ്സിൽ ഉറപ്പിച്ചിട്ട് പറയാം. മനസ്സിലായില്ലേ? സ്റ്റെപ്പ് 2, പതുക്കെ ഖുശൂ ആയിട്ട് പറയാം. ഒരു തവണ ബിസ്മില്ലാഹ്, രണ്ടാമത് ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. ഈ സ്ക്രീനിൽ കാണുന്ന ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. അടുത്തത് മുഅവ്വിദതൈനി, ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 വട്ടം. ഇവ 3ഉം ഓതിയതിന് ശേഷം അടുത്തത് എളുപ്പത്തിലുള്ള ദുആ തസ്ഹീൽ 3 തവണ ഓതുക. അതേതാണ്? ഇതാണ്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹലാ. അല്ലാഹുവേ, എളുപ്പമാക്കുന്നതല്ലാതെ എളുപ്പമില്ലാന്ന്. അതിനുശേഷം റിസ്ക്കിൻ്റെ ദുആ 3 വട്ടം ചൊല്ലുക. ദുആ റിസ്ക് എന്താണത്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, നിന്റെ ഹറാമിൽ നിന്ന് എന്നെ രക്ഷിച്ച് ഹലാൽ കൊണ്ട് മതിയാക്കണമേന്ന്. എല്ലാം ഓതിയിട്ട് എന്താക്കുക, കുപ്പിയിൽ നല്ലോണം ഊതുക. 3 വട്ടം ഓതിയതിന് ശേഷം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റുക്കിയ ചെയ്ത വെള്ളം 3 രീതിയിൽ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഈ റുക്കിയ ചെയ്ത വെള്ളം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പണിസ്ഥലമില്ലേ, പണിസ്ഥലത്തിൻ്റെ 4 മൂലയിലും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് തളിക്കണം. പിന്നെ പണിക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യുക, കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. കാരണം അവരുടെ മനസ്സൊക്കെ ഒന്ന് മൃദുവാകും. പിന്നെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരും കുടുംബക്കാരും, നമ്മളെ വീട്ടിൽ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള വീട് ആരാണോ ഉണ്ടാക്കുന്നത് അവരും ആ വീട്ടിലുള്ള മക്കളുമൊക്കെ കുടിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഇത് 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. പിന്നെ ഒരൊറ്റ കാര്യം നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇത് ഷിഫ നൽകുന്നത് വെള്ളമല്ല, അല്ലാഹു തആലയാണ്. വെള്ളത്തിനല്ല ശക്തി, അല്ലാഹു തആലയാണ്. മനസ്സിലായില്ലേ? അതെപ്പോഴും ഓർത്ത് വെക്കണം. അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ദുആ. ഇത് നിങ്ങൾ ദിവസവും 100 തവണ
ഓതുക. എന്താണത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് 100 തവണ ദിവസവും ഓതണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് അല്ലാഹു തആല മതി, അവനാണ് ഏറ്റവും നല്ല കാര്യസ്ഥൻ. സൂറത്ത് ആൽ ഇംറാനിലെ 173. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വീട് പണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വീട് പണി തീരാതെ ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാവരുടെയും വീട് പണി അല്ലാഹു തആല എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആ വീട്ടിൽ സമാധാനവും ബർക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഫി അമാനില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.